വളരെ ഇതിൽ യാതൊരു കക്ഷിയല്ലാത്ത, ആ പ്രദേശത്തെ പോയിട്ടില്ലാത്ത മുസ്ലിം സമുദായം ഇതിൽ പ്രതിയേർക്കപ്പെടുകയാണ്. അവൻ അത് തന്നെയല്ലേ, അതിൽ ആരൊക്കെ? കാസ പ്രഖ്യാപിക്കുന്നു ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ട്രോജൻ കുതിരയാണ്, പിടികെടാവനെ എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി ടെലിവിഷൻ ചാനലിൽ, CPM വേണ്ടി ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് വാദപരത സംസാരിക്കുന്ന ആൾ പോലും അത് തന്നെയാണ് പറയുന്നത്. അയാൾ തുർക്കിയാണ്, അയാൾ സുലൈമാനാണ്, അവൻ അതേ ചെയ്യത്തുള്ളൂ, അവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കരമായ എന്താ പറയുക, ഒരു ഡയലമാണ്, ഒരു തമാശ. എന്തായാലും പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, മുസ്ലിമിന് സാധാരണ ചെറുപ്പക്കാർ കഞ്ചാവ് വലിക്കും, പക്ഷേ മുസ്ലിം കഞ്ചാവ് വലിച്ചാൽ അത് നാർക്കോട്ടിക് ജിഹാദാവും. ചെറുപ്പക്കാർ എന്ത് ചെയ്യും, പിന്നെ പ്രേമിക്കും. പക്ഷേ മുസ്ലിം പ്രേമിച്ചാൽ ലവ് ജിഹാദാവും. ആളുകൾ മന്തി ചെയ്യുന്നു, മുസ്ലിങ്ങൾ മന്തി ചെയ്യുന്നാൽ അതെന്താവും, ഫുഡ് ജിഹാദോ, ഹലാൽ ജിഹാദൊക്കെ. ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ് ഉണ്ടല്ലോ. ഇതേപോലെ ഒരു മുസ്ലിമിന് മതം മാറാൻ പറ്റില്ല, ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല. ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അവനെങ്ങാണ്ട് വിപ്ലവവും ഭാര്യയായിട്ട് തല്ലുകൂടിയാൽ അവനെന്തായി, അവൻ സുലൈമാനായി. ഇതെന്തൊരു കഷ്ടമാണെന്ന്. ഇതിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഈ പറയുന്ന തീവ്രവാദം, സുഡാപ്പി, മൗദൂദി, മദ്രസ, പൊട്ടൻ, 6-ാം നൂറ്റാണ്ട്, ഈ ജാതി ഇടങ്ങേറുന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങോട്ട് മാറാം. ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മാറാം, അച്ഛനാകാം, ഈ എന്താണ് സുവിശേഷ പ്രസംഗമായിട്ട് നടക്കാം എന്ന് തീരുമാനിച്ചാൽ അതിനും രക്ഷയില്ലപ്പാ. അവിടെ എന്താണ് പിടിക്കുകയാണ്. അത് അന്ധകാലത്ത് അവൻ സുലൈമാൻ, അവൻ ചുമ്മാ മാറിയതാണ് കേട്ടോ, അതൊക്കെ പറ്റിക്കുക. അത് ട്രോജൻ കുതിരയാണ്. ഈ ട്രോജൻ കുതിര വിളി കേട്ട ആദ്യത്തെ ആളല്ല മാരിയോ ജോസഫ്. KE എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഇടതുപക്ഷ വേദികളിൽ തിപ്പന്തമായൊരു പ്രഭാഷകനുണ്ട്, എൻ്റെ അധ്യാപകനാണ് അദ്ദേഹം. എന്താണ് മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തോട് ഒരു പക്ഷേ ഇത്രയധികം സംസാരിച്ച, ഇത്രയധികം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന സ്റ്റേജിൽ കയറി ഒരു മനുഷ്യൻ കേരളത്തിലുണ്ടാവില്ല. ആ മനുഷ്യൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അയാൾ സുഡാപ്പിയുടെ ട്രോജൻ കുതിരയാണ്, മൗദൂദീൻ ഡിസ്കൈസാണ്, ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരികയാണ്. എന്ന് വെച്ചാൽ യൗവനത്തിൽ എന്താണ് മതത്തെ തള്ളിപ്പറഞ്ഞ് സ്വർഗം, നരകം, പരലോകം എന്നൊക്കെ പറഞ്ഞ് ഈ മതത്തിൻ്റെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അതിനെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ രചിച്ച് പുറത്തുപോയ മനുഷ്യനാണ്. പക്ഷെ രക്ഷയില്ല. അതാ പറഞ്ഞത്, മുസ്ലിം ചെറുപ്പക്കാരന് കഞ്ചാവ് വലിക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെയാണ് ഇത് ഒഴിവാക്കി മാർക്സിസ്റ്റ് ആകാനും പറ്റില്ല, സുവിശേഷ പ്രഭാഷകനാകാൻ പറ്റില്ല. നീ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും. കേരളത്തിൽ ഈ മുസ്ലിം ഭർസനം ഏറ്റവും അധികം നടത്തുന്ന ഒരു മുസ്ലിം കക്ഷിയുണ്ട്. പുള്ളി ഈ സംഘപരിവാറിൻ്റെ വേദിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നല്ലോ, നിൻ്റെ ഉള്ളിൽ താലിബാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിനെ വീണ്ടും രസപ്പെടുത്തുന്ന ഒരു സന്ദർഭം എന്നുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ മാരിയോ ജോസഫ് കുറേ കാലമായി നമ്മുടെ സമൂഹത്തിൽ സുവിശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളി കൂടി ഉണ്ടാക്കിയ ഒരു സാമൂഹിക അവസ്ഥയാണ്, ഒരു മാനസികാവസ്ഥയാണിത്. അപ്പോൾ അജിംസ് പറഞ്ഞ ഈ പ്രഭാഷണം, മുസ്ലിങ്ങൾക്ക് സ്വത്ത് വിൽക്കാൻ പാടില്ല, ആ പ്രഭാഷണം അത് വികസിക്കുന്ന ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് പച്ചയ്ക്ക് പറയുകയല്ല, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്തുള്ള ആ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കരുതാണ് പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്നത്. പിന്നെ അതിൻ്റെ അവർ അറബ് രാജ്യങ്ങളിലാണ് അവർ കൂടുതലുള്ളത്. പിന്നെ അങ്ങനെ വികസിച്ച് അവർക്ക് വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് 40 ആൾ വേണം. അപ്പോൾ അവർക്ക് എന്നിട്ട് അതിൻ്റെ പരിണാമമാണ് എൻ്റെ രസം. അത് അവസാനിപ്പിക്കുന്നത്, എനിക്ക് മുസ്ലിങ്ങളോട് വിരോധമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഇയാൾ പറയുന്നതാണ് മുസ്ലിങ്ങൾക്ക് സ്ഥലം വിൽക്കരുത്. അത് ഞാനിത് കത്തോലിക്കരോട് മാത്രമല്ല പറയുന്നത്, ലൂതറന്മാരോട്, കൽദിയന്മാരോട്, ലാറ്റിൻസിനോട്, പ്രൊട്ടസ്റ്റൻ്റ്, പെന്തക്കോസ്റ്റുകളോട്, മാർത്തോമക്കാർ, CSIക്കാർ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. മുസ്ലിങ്ങൾക്ക് സ്ഥലം വിൽക്കരുത്. അത് കോളണൈസേഷൻ്റെ ഒരു ഉപാധിയാണ്. ഭയങ്കര സൈദ്ധാന്തികമായിട്ടാണ് പറയുന്നത്. അവർ കോളനി വൽക്കരിച്ച് കളയുമെന്ന് ഇങ്ങനെ പ്രബോധനം നടത്തി മനസ്സിലാവും. ഈ തല്ല് കേസുണ്ടായതിന് ശേഷം ഇങ്ങനെക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളൊന്നും, ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണർ, ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരാൾ, ഒരു അജ്മൽ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, ഒരു മുസ്ലിം പേര് അജ്മൽ. അപ്പോൾ ഈ വിശദീകരണത്തെ സംബന്ധിച്ച് അജ്മൽ എന്നുള്ളത് പഴയ പേരാണ്, ഇപ്പോഴത്തെ പേര് സാംസൺ ആണ്. പറഞ്ഞു കൊടുക്കുക സാംസൺ എന്നല്ലേ. അപ്പോൾ എൻ്റെ ഡ്രൈവറായിട്ട് ഒരു മുസ്ലിം ഉണ്ട് എന്ന ഒരു വിമർശനം അപ്പുറത്ത് വരുമ്പോൾ
എന്താണ് ഒരു മുസ്ലിമായ ഒരാൾ ഡ്രൈവറായിട്ടുണ്ടായാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാൻ ഇങ്ങേർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഉള്ളിൽ ഈ വർഗീയത. രണ്ടാമത്, മുസ്ലിമായ അജ്മൽ എന്ന് പേരായ ഒരു ഡ്രൈവർ ഉണ്ട് എന്നുള്ളത് അത് ഈ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുമ്പോൾ അതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. അതെൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് കാണുക ഇന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിൻ്റെ മാനസിക ഘടന മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ചങ്ങായി കൂടി പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. 10-12 കൊല്ലമായി ഈ നിലക്ക് വെറുപ്പ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ആധുനികവൽക്കരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു സമൂഹം ഈ നിലയിൽ അധപ്പതിക്കുന്നു എന്നുള്ളത്, ഈ നിലയിൽ ഫോർവേഡ് ആയിട്ടുണ്ടായിരുന്ന സമൂഹത്തെ മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കുവച്ച സമൂഹം ഇത്രത്തോളം ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. ഒരു തട്ടമിട്ട് വന്നൊരു കുട്ടിയെ സഹിക്കാൻ പോലും, അതിനെ കൂടെ ഇരുത്താൻ പോലുമുള്ള വിശാലതയില്ലാത്ത വിധം ഒരു മുസ്ലിം പേരുള്ള ഒരു ഡ്രൈവറാണ്. അയാൾ മുസ്ലിം പേരേ ഉള്ളൂ, അയാൾ മാമോദീസ മുക്കി സാംസൺ എന്ന പേര് മാറ്റി എന്നൊക്കെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴും അങ്ങേരുടെ പേര് അജ്മലാണ്, അജ്മൽ എന്നായിരുന്നു എന്നുള്ള അറിവ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ മാനസിക നില എങ്ങനെ മാറിയെന്ന് ആലോചിക്കണം. അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. അത് പുറത്തുനിന്നുള്ള ഒരാൾക്കും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഇതൊരു തരം സെൽഫ് ഗെറ്റോയിസേഷൻ എന്ന് പറയും. സ്വയം ഉൾവലിയ, സ്വയം ചെറുലോകങ്ങളിലേക്ക് പരിമിതപ്പെടുക എന്ന് പറയുന്നത് അത് എല്ലാ സമൂഹങ്ങൾക്കും പല സന്ദർഭങ്ങളും സംഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് അവർ പലതരത്തിലുള്ള ക്രൈസിസുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞാണ്, ആ ക്രൈസിസുകളിൽ ഏറ്റവും പ്രധാനം ഡെമോഗ്രാഫിക് ക്രൈസിസാണ്. ചെറുപ്പക്കാരുടെ അനുപാതം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചെറുപ്പക്കാരുടെ അനുപാതം കുറയുന്നു എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റീവ് ഫോഴ്സ് അതിനകത്ത് കുറയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റായിട്ടുള്ള പലതരം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആ പ്രതിസന്ധികളെ മറികടക്കാൻ പലപ്പോഴും അവർ ഈ പറഞ്ഞ പോലെ സെൽഫ് ഗെറ്റോയിസേഷനിലേക്ക്, ഇൻവാർഡ് ലുക്കിംഗ് എന്ന് പറയുന്ന അകത്തേക്ക് ഉള്ളിലേക്ക് ചുരുങ്ങുന്ന, മുമ്പോട്ട് നോക്കാൻ പറ്റാത്ത പിറകോട്ട് നോക്കുന്നൊരവസ്ഥയിലേക്ക് പോകുവാനുള്ള സാധ്യത നമുക്ക് ചരിത്രത്തിൽ പല ഘട്ടങ്ങളും പല സമൂഹങ്ങളുടെ ചരിത്രത്തിലും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവരൊരു, ഞാൻ പറഞ്ഞു, ഈ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണിത്. നോക്കൂ, അവരുടെ തങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രഭാഷകൻ, വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആളാണ്, വലിയ ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു, ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു. അത്രയും വിദേശ യാത്രകളൊക്കെ ധാരാളമായി നടത്തുന്ന, അവിടെയെല്ലാം വലിയ വലിയ ക്ലാസ്സുകൾ എടുക്കുന്ന, അവിടെ നിന്നൊക്കെ വലിയ തോതിൽ പണം സമാഹരിക്കാൻ ശേഷിയുള്ള ഒരാൾ. അങ്ങനെ ഒരാളുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുന്നു, അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നു. അത് അവിടുന്ന് ഡെവലപ്പ് ചെയ്തൊരു വർഗീയ പ്രശ്നമായിട്ട് മാറുന്നു. അത് സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇത് ചെറിയ ചെറിയ സംഗതിയല്ല. ഇത് ഒരു ചെറിയ പ്രശ്നത്തെ പോലും അത് സ്റ്റെം ചെയ്ത് വരുന്നിടത്ത് വെച്ച് പരിഹരിക്കാൻ സാധിക്കാതെ അതിങ്ങനെ വ്രണമായി വികസിച്ച്, വ്രണമായി മുറിവായി, ഇങ്ങനെ അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്.